ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാം വാക്യം. പീലാത്തോസ് അപ്പോൾ ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? ഈശോ പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഈശോ മിശിഹാ പീലാത്തോസിനുള്ള സംഭാഷണ മധ്യത്തിൽ ഒരിക്കലും താൻ രാജാവാണ്, തന്റെ ചെങ്കോലുണ്ട്, അധികാരമുണ്ട്, ഇവയെക്കുറിച്ച് വലിയ പരാമർശമില്ല. പക്ഷെ തന്റെ രാജ്യത്തെക്കുറിച്ചുണ്ട്, തന്റെ സ്നേഹരാജ്യത്തെക്കുറിച്ചുണ്ട്. അപ്പൊ പീലാത്തോസ് ചോദിക്കുക, അപ്പോൾ നീ രാജാവാണല്ലേ? ഈശോയുടെ ഉത്തരം എത്ര ചിന്തോദ്ദീപകമാണ്. നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ ഒരു പ്രത്യേക കാരണം, ഞാൻ രാജാവാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു നടക്കുക, എന്റെ മേന്മ ഞാൻ തന്നെ കൊട്ടിഘോഷിക്കുക, എനിക്ക് വേണ്ടി ഞാൻ തന്നെ പ്രചരണം നടത്തുകയാണ്. നമുക്ക് വേണ്ടി PR വർക്കുകൾ ചെയ്യുന്നവരുടെ ഇടയിലാണ് നമ്മൾ. ഈശോ പീലാത്തോസിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ പറയുന്നു, നീയാണ് പറയേണ്ടത്. നിന്നെ കൊണ്ട് ദൈവം പറയിക്കണം, ഞാനല്ല പറയിക്കേണ്ടത്. PR വർക്കുകൾക്കപ്പുറം നമ്മെക്കുറിച്ച്, നമ്മുടെ നന്മകളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം പറയിപ്പിക്കുന്ന മനുഷ്യര് പറയാൻ കാത്തിരിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനൊരു അവധാനതയുണ്ട്, ഒരു സ്വർഗീയ കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പാണ് രാജത്വത്തിലേക്കുള്ള ദൂരം. ആമേൻ.